നിന്നും കൊട്ടാരേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുക്കുന്നുണ്ട്. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടെന്ന വാർത്ത സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. നേപ്പാളിലെ മിന്നൽ പ്രളയം മരണം 359. 1300 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നേപ്പാൾ മിന്നൽ പ്രളയം 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. എല്ലാവരും സുരക്ഷിതരെന്ന് നോർക്കാം. ഓണത്തിരക്ക് തന്നെ ട്രെയിനിനും ബസ്സിനും ടിക്കറ്റില്ല. മടക്കയാത്രയും ദുഷ്കരം. നേപ്പാൾ പ്രളയം കാഞ്ഞങ്ങാട്ടെ റിട്ടൈ SI ഉൾപ്പെടെ വിനോദയാത്രാ സംഘം തലനാരിഴക്ക് രക്ഷപ്പെട്ടു. വൈദ്യുതി ചാർജ് കൊള്ളയ്ക്ക് KSEBയുടെ വളഞ്ഞ വഴി. രാത്രി ലൈറ്റും ഫാനും AC മിട്ടൽ കീശക്കീറും. ബാലസാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അന്തരിച്ചു. പട്ന വിദ്യാർത്ഥി പ്രതിഷേധം. ധീരനായി സംസാരിച്ച 6 വയസ്സുകാരിയും കസ്റ്റഡിയിലെടുത്തു. കണ്ണൂരിൽ റോബോട്ട് കളിപ്പാട്ടത്തിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കണ്ടെത്ത് യുവാവ് അറസ്റ്റിൽ. സൂപ്പർ ലീഗ് കേരള കണ്ണൂർ വാരിയേഴ്സ് പരിശീലനം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നേപ്പാളിലെ മിന്നൽ പ്രളയം മരണം 359. 1300 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ബുധനാഴ്ച രാവിലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 3 ജില്ലകൾ പൂർണ്ണമായി നശിച്ചു. സമീപകാലത്ത് നേപ്പാളിലുണ്ടായ ഏറ്റവും ഭീകരമായ ദുരന്തമാണിതെന്ന് സർക്കാർ അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് പോയ 288 ആളുകളെയാണ് കാണാതായത്. തീർത്ഥാടനത്തിനും വിനോദസഞ്ചാരത്തിനുമായി പോയവരെയാണ് കാണാതായത്. സോളാർ ലാബുകൾ, ശുചിത്വ കിറ്റുകൾ, 8 ടണ്ണിലധികം മരുന്നുകൾ, ഭക്ഷണമടക്കം 48 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി 2 സൈനിക വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. പ്രളയത്തിൽ റോഡുകളും പാലങ്ങളും പൂർണ്ണമായി തകർന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. ഹിമാലയൻ അതിർത്തിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വലിയ പാറകളും മഞ്ഞുകട്ടകളും ലൻഡേകോല നദിയിലേക്ക് പതിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ വെള്ളവും പാറകളും ബോഡേകോസി നദിയിൽ വന്നു പതിക്കുകയായിരുന്നു. കുത്തനെ ഒഴുകുന്നതും വേഗമേറിയ ഒഴുക്കുള്ളതുമായ നദിയാണ് ബോഡേകോസി. ചെങ്കുത്തായ മലനിരകളും ഇടുങ്ങിയ താഴ്വര പ്രദേശങ്ങളുമായതിനാൽ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിന്റെയും അവശിഷ്ടങ്ങളുടെയും വേഗത കൂടുതലായിരുന്നു. ഇതാണ് മിന്നൽ പ്രളയത്തിൽ കലാശിച്ചത്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണം പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടെന്ന വാർത്ത സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. കേരള പോലീസിനെ പതിറ്റാണ്ടുകളായി വെട്ടിച്ചൊളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പ് മറ്റൊരു രാജ്യത്ത് വേറെ പേരിൽ ജീവനോടെയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. ഇത്തരത്തിലുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ പക്കലില്ലെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ 42 വർഷം നീണ്ട അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകാൻ ഇരിക്കെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനം എന്തെന്ന് പോലീസിന് അറിവില്ലെന്നാണ് വിവരം. കിഴക്കനേഷ്യൻ രാജ്യമായ ബ്രൂണൈൻ സുകുമാരക്കുറുപ്പ് ജീവനോട് ഉണ്ടെന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്. ഒരു സൈബർ വിദഗ്ധൻ AI ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ബന്ധുക്കളുടെ ഫോൺ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മലേഷ്യ ബ്രൂണൈ അതിർത്തിയോട് ചേർന്ന സിംബാങ് എന്ന സ്ഥലത്ത് വ്യാജ പേരിൽ ഇയാൾ താമസിക്കുന്നുണ്ടെന്നും നാട്ടിലുള്ള കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾ മാത്രം മുൻനിർത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയില്ല. ദൃശ്യങ്ങളിൽ കാണുന്ന വയോധികൻ തൃശൂർ സ്വദേശിയായ മറ്റൊരു വ്യക്തിയാണെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് സൂചന. നേപ്പാൾ പ്രളയം കാഞ്ഞങ്ങാട്ടെ റിട്ടയർഡ് SI ഉൾപ്പെടെ വിനോദയാത്രാ സംഘം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാഞ്ഞങ്ങാട്ടെ റിട്ടയർഡ് SI ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ നിരവധി പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. റിട്ടയർഡ് SI പ്രദീപ് കുമാർ, പെരിയ പോളിടെക്നിക്കിലെ അധ്യാപകൻ രാജൻ, ചെറുവത്തൂർ വലിയപോയിലെ അധ്യാപകനും കവിയുമായ അനിൽ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രളയത്തിന്റെ അരികിലെത്തിയത്. ഈ മാസം 23-ന് എറണാകുളത്ത് നിന്നും ട്രാവൽ ഏജൻസി വഴി വിനോദയാത്ര പോയതായിരുന്നു സംഘം. കണ്ണൂരിലെ അധ്യാപികയും ബാങ്ക് ജീവനക്കാരും ഉണ്ടായിരുന്നു. കോട്ടയം, എറണാകുളം സ്വദേശികൾ ഉൾപ്പെടെ 36 പേരാണ് ഉണ്ടായിരുന്നത്. ട്രാവലർ കാഠ്മണ്ഡുവിൽ നിന്നും പോകുന്ന വഴിയിലായിരുന്നു പ്രളയമുണ്ടായത്. പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട വിവരം വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് പ്രദീപ് കുമാർ പങ്കുവെച്ച വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ പ്രളയത്തിൽ തകർന്ന 2 ബ്രിഡ്ജുകൾക്കിടയിൽ കുടുങ്ങി പോകുമായിരുന്നുവെന്നും നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും വീഡിയോയിൽ പറഞ്ഞു. എപ്പോഴാണ് ഇവിടെ നിന്നും പോകാൻ കഴിയുകയെന്ന് അറിയില്ലെന്നും പ്രദീപ് കുമാർ പറഞ്ഞു.
നിന്നും പൊട്ടാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറെ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറെ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറെ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറെ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ. നേപ്പാൾ മിന്നൽ പ്രളയം 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. എല്ലാവരും സുരക്ഷിതെന്ന് നോർക്ക. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർ നിലവിൽ സുരക്ഷിതരാണെന്ന് ലഭ്യമാകുന്ന വിവരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്ത മേഖലയിൽ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ പൂർണ്ണമായും തകരാറിലായതിനാൽ കുടുങ്ങിക്കിടക്കുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ബന്ധുക്കളാണ് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയത്. കുടുങ്ങിക്കിടക്കുന്ന 53 മലയാളികളുടെയും കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താനുള്ള തീവ്രശ്രമം നോർക്കയുടെയും എംബസിയുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് 53 പേരും സുരക്ഷിതരാണെന്നാണ് സൂചന. ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനായുള്ള നടപടികൾ ഏകോപിപ്പിച്ചു വരികയാണ്. അതേസമയം മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തവരിൽ 300 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ശിഖർ ഖനാൻ അറിയിച്ചു. ആയിരക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. 3 ജില്ലകളിലാണ് പ്രധാനമായും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്. റസുവ മേഖലയിൽ മാത്രം 1000-ലധികം ആളുകളെ കുറിച്ച് വിവരമില്ല. വൈദ്യുതി ചാർജ് കൊള്ളയ്ക്ക് കെഎസ്ഇബിയുടെ വളഞ്ഞ വഴി. രാത്രി ലൈറ്റും ഫാനും എസിയും ഇട്ടാൽ കീശകീറും. വൈദ്യുതി ചാർജ് കൊള്ളയ്ക്ക് വളഞ്ഞ വഴിയുമായി കെഎസ്ഇബി. രാത്രികാലത്ത് വൈദ്യുതി ഉപയോഗം കൂടിയാൽ ഇനി കീശകീറും. പീക്ക് സമയങ്ങളിലെ അധിക വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുകയെന്ന പേരിൽ യഥാർത്ഥത്തിൽ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. സർക്കാരിന്റെ ആസൂത്രണത്തിലെ പാളിച്ച മൂലം കെഎസ്ഇബി ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഭാരം ജനങ്ങളുടെ മേൽ സർക്കാർ കെട്ടിവെക്കാനാണ് നീക്കം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ടൈം ഓഫ് ഡേ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്നതോടെ രാത്രികാല ഉപയോഗത്തിന് കൂടുതൽ നിരക്ക് നൽകണം. പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും ഉപയോഗം കൂടുതലുള്ള രാത്രി പീക്ക് സമയങ്ങളിൽ ഉയർന്ന നിരക്കും ഉപഭോക്താക്കളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നിർദ്ദേശം. നിലവിൽ പ്രതിമാസം 250 യൂണിറ്റ് മുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ടൈം ഓഫ് ഡേ താരിഫ് നടപ്പാക്കുന്നത്. വൈകുന്നേരം 6 രാത്രി 10 മണിക്കുമിടയിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചാൽ ബില്ല് ഗണ്യമായി ഉയരും. ഇതോടെ രാത്രി ലൈറ്റും ഫാനും എസിയും ഇട്ടാൽ പോലും കീശ കീറുന്ന സ്ഥിതിയാവും. സ്മാർട്ട് മീറ്റർ വ്യാപകമാക്കാൻ കെഎസ്ഇബി തീരുമാനിച്ചിരിക്കെ ഭാവിയിൽ കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഈ രീതി ബാധകമാകും. ഓണത്തിരക്ക് തന്നെ ട്രെയിനിനും ബസ്സിനും ടിക്കറ്റില്ല. മടക്കയാത്രയും ദുഷ്കരം. ഓണാഘോഷങ്ങൾ ഒതുങ്ങിത്തുടങ്ങിയിട്ടും ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ ഓണത്തിരക്കിന് മാറ്റമില്ല. ഓണത്തിന് നാടണയാനുള്ള തിരക്കിനേക്കാൾ കഠിനമാണ് മടക്കയാത്ര. പല സമയങ്ങളിലായി യാത്ര തിരിച്ചവർ ഓണാവധിക്ക് ശേഷം ഒന്നിച്ചെത്തുമ്പോൾ അവസ്ഥ കൂടുതൽ ക്ലേശകരമാകും. തിരുവോണത്തിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ് ജനങ്ങളുടെ തിരികെ പോക്ക് തുടങ്ങുന്ന സമയമാണിത്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും കേരളത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് എത്തുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും KSRTCയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരുടെ എണ്ണവും ആവശ്യകതയും മനസ്സിലാക്കി ട്രെയിനുകളുടെ സർവീസ് വർദ്ധിപ്പിച്ചില്ല. അനുവദിച്ച ട്രെയിനുകളെക്കാൾ ഇരട്ടിയിലധികം യാത്രക്കാരാണ് ഓണാവധിക്ക് നാട്ടിലേക്ക് പോയത്. തിരികെ നിരവധി പേർക്ക് ടിക്കറ്റുകൾ ലഭ്യമായില്ല. അവധി കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മടങ്ങുന്നവർക്കും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റിട്ടേൺ ടിക്കറ്റുകൾക്കും നിമിഷ നേരത്തിനുള്ളിൽ കാലിയായിരുന്നു. ഇനി ജനറൽ കോച്ചുകളെ ആശ്രയിക്കാമെന്ന് വെച്ചാൽ ഭൂരിഭാഗം ട്രെയിനുകളിലും കാലുകുത്താൻ പോലും ഇടമില്ലാത്ത സ്ഥിതിയാണ്. KSRTC യാത്രക്കാരുടെ കാര്യവും സമാനമാണ്. ബസ്സുകളിലൊന്നും സീറ്റുകൾ ഒഴിവില്ല. എങ്ങനെയെങ്കിലും തിരികെ എത്താനായി നേരം നിൽക്കാൻ പോലും ജനങ്ങൾ തയ്യാറാണ്. ഓണസമയമായതിനാൽ കൊള്ളനിരക്കാണ് ബസ്സുകളിൽ ഈടാക്കുന്നതും യാത്രാ പ്രതിസന്ധി നികത്താൻ സ്പെഷ്യൽ സർവീസുകൾ നടത്താൻ KSRTCക്ക് ആകില്ല. ബാലസാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രശസ്ത ബാലസാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് അന്ത്യം. മുഴപ്പിലങ്ങാട് മഠത്തിന് സമീപം ദേശീയപാത മുറിച്ചു കടക്കവേ വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കഴിഞ്ഞ 18 രാത്രി കണ്ണൂരിൽ നിന്നും ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ പാത മുറിച്ചു കടക്കുമ്പോഴായിരുന്നു വാഹനമിടിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ TKDയെ നാട്ടുകാർ ചേർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയുമായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങിയ സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് TKD. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.
കടൽ, കാക്ക, പെരുന്തച്ചൻ, ഒരു വിലക്ക് എന്നീ ചലച്ചിത്രങ്ങളിലും ടെലിഫിലിമുകളിലും സീരിയലുകളിലും അഭിനയിച്ച അദ്ദേഹം ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി നിരവധി രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. മൃതദേഹം ഉച്ചയോടെ മുഴപ്പിലങ്ങാട്ടെ വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ 11 മണിക്ക് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ. ഭാര്യ TP ഉഷ, മക്കൾ ശ്രീജിത്ത് പ്രസാദ്, ശ്രീസംഗീത, ജഗദീശൻ, ശ്രീഷിത, ശൈലേഷ്. പട്ന വിദ്യാർത്ഥി പ്രതിഷേധം ധീരനായി സംസാരിച്ച 6 വയസ്സുകാരനെയും കസ്റ്റഡിയിലെടുത്തു. ബീഹാറിലെ ജൻ ആൽഫ പ്രതിഷേധക്കാരൻ രാജ്യശ്രദ്ധ പിടിച്ചുപറ്റി. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ ക്രമക്കേടുകളും നിയമനത്തിലെ കാലതാമസവും ചൂണ്ടിക്കാട്ടി പട്നയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്താണ് 6 വയസ്സുകാരൻ ആദിത്യകുമാർ താരമായി മാറിയത്. സധൈര്യം പോലീസിനോടും മാധ്യമങ്ങളോടും സംസാരിച്ച 1-ാം ക്ലാസ്സുകാരൻ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി. പട്ന ഡാക് ബംഗ്ലാവ് ചൗക്കോയിൽ നടന്ന പ്രതിഷേധത്തിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് ആദിത്യ പങ്കെടുത്തത്. സമരവേദിയിൽ മൈക്കിലൂടെ തൊഴിലില്ലായ്മയെക്കുറിച്ചും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുമാണ് ആദിത്യ സംസാരിച്ചത്. അഴിമതി നിറഞ്ഞ ഭരണം തുടച്ചു നീക്കാനാണ് വന്നത്. താൻ വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ അഴിമതി രഹിതമാക്കാനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പോലീസ് ലാത്തി വീശിയാൽ ഞാൻ മുൻനിരയിലുണ്ടാകും. നമ്മയെല്ലാം അറസ്റ്റ് ചെയ്താൽ സന്തോഷത്തോടെ ഞാനും ജയിലിലേക്ക് പോകും എന്ന ആദിത്യന്റെ പ്രസംഗം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തു. പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതിനിടെ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കുട്ടിയുടെ സുരക്ഷ മുൻനിർത്തിയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നും പിന്നീട് മാതാവിന് കൈമാറിയെന്നും പോലീസ് പറയുന്നു. കണ്ണൂരിൽ റോബോട്ട് കളിപ്പാട്ടത്തിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കണ്ടെത്തി. യുവാവ് അറസ്റ്റിൽ. റോബോട്ട് കളിപ്പാട്ടത്തിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കടത്തിയ യുവാവ് പിടിയിൽ. പോലീസ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 20.5 ഗ്രാം MDMA-യുമായി പിണറായി പുത്തൻകണ്ടം സ്വദേശി A. ഫൈസൽ 33 അറസ്റ്റിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം SIP ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ SCP O. ബിച്ചു, CPOമാരായ നിഷാദ്, റാസിം, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സൂപ്പർ ലീഗ് കേരള കണ്ണൂർ വാരിയേഴ്സ് പരിശീലനം ആരംഭിച്ചു. സൂപ്പർ ലീഗ് കേരള നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് കിരീടം നിലനിർത്താനുള്ള പരിശീലനം ആരംഭിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സഹപരിശീലകൻ ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. നിലവിൽ എല്ലാ ഇന്ത്യൻ താരങ്ങളും ടീമിനൊപ്പമുണ്ട്. കൂടാതെ കണ്ണൂർ വാരിയേഴ്സ് സംഘടിപ്പിച്ച സെലക്ഷൻ ട്രയൽസിൽ നിന്നും തെരഞ്ഞെടുത്ത 11 താരങ്ങളും ടീമിനൊപ്പം പരിശീലിക്കുന്നുണ്ട്. അവസാനഘട്ട പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സെലക്ഷൻ ട്രയൽസിലെ താരങ്ങൾക്ക് സീനിയർ ടീമിൽ ഇടം ലഭിക്കും. മുഖ്യ പരിശീലകൻ ആൻഡ്രോ ഷോയ്, മധ്യനിര താരങ്ങളായ ആസിയർ ഡോമസ്, ആന്റൺസ്റ്റർ ലാവ് സോംബ, ഫെഡറിക് ആൻസബാച്ചോ, പ്രതിരോധ താരം വാരോ അൽവാരസ് എന്നീ താരങ്ങളാണ് നിലവിൽ കണ്ണൂർ വാരിയേഴ്സിലെത്തിയ വിദേശ താരങ്ങൾ. കണ്ണൂർ വാരിയേഴ്സ് FC-യുടെ പുതിയ പരിശീലകൻ ആൻഡ്രേ ചെർണിഷോവിന് ഹൃദ്യമായ വരവേൽപ്പ് നൽകി ക്ലബ്ബ് ആരാധക കൂട്ടായ്മയായ റെഡ് മറൈൻസും ടീം മാനേജ്മെന്റും കണ്ണൂർ വിമാനത്താവളത്തിൽ ബുധനാഴ്ച വൈകിട്ട് 3:15 എത്തിയ പരിശീലകനെ കണ്ണൂർ വാരിയേഴ്സ് ടീം മാനേജർ അജിൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് റെഡ് മാറ്റേഴ്സിനൊപ്പം ഫോട്ടോയും എടുത്താണ് പരിശീലകൻ വിമാനത്താവളം വിട്ടത്. കണ്ണൂർ വാരിയേഴ്സ് നിലവിലെ ചാമ്പ്യന്മാർ വീണ്ടും കിരീടം നേടുക എന്നതാണ് ലക്ഷ്യം. അതിന് ശക്തമായ ഒരു ടീമിനെ സൃഷ്ടിക്കണം. മൈതാനത്ത് മികച്ച ഫുട്ബോൾ കാഴ്ചവെക്കണം. ആരാധകരില്ലാതെ ഒരു ടീമും പൂർണ്ണമാകില്ല. ഗാലറിയിൽ നിന്നും ഉയരുന്ന നിങ്ങളുടെ ശബ്ദവും പിന്തുണയുമാണ് ഞങ്ങളുടെ കരുത്ത്. നിങ്ങൾ എല്ലാവരും മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് വരണമെന്ന് പരിശീലകൻ ആൻഡ്രേ ചെർണിഷോവ് പറഞ്ഞു. ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.